കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തു. കാരണം കാലവർഷ കെടുതികൾ രാജ്യമെമ്പാടും വരികയാണ്. വയനാട്ടിലടക്കം ഈ ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാവിധ കേന്ദ്ര സഹായങ്ങളും ഉറപ്പു നൽകുന്നു. രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ വലിയ സഹായം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതി മിനിമം കാഷ്വാലിറ്റി എന്നതിന് പകരം സീറോ കാഷ്വാലിറ്റി, അതായത് ഒരു അപകടങ്ങളും ഉണ്ടാകാത്തൊരു കാഷ്വാലിറ്റി, അതായത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ NDRF സേനാംഗങ്ങളെ നേരത്തെ തന്നെ സജ്ജമാക്കുക, അതേ ഈ അപകടത്തിന് സാധ്യതയുള്ള മേഖലയിൽ മുൻകൂട്ടി തന്നെ അവരെ വിന്യസിക്കുക, SDRFും പോലീസും പ്രാദേശിക ഭരണകൂടവും നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി വരുന്ന 10 കർമ്മ പദ്ധതി അനുസരിച്ച് ദുരന്ത സാധ്യത ലഘൂകരിക്കുന്നതിനും ഈ മേഖലയിൽ ഇന്നിപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. 2024 മാത്രം NDRF വലിയ നേട്ടമാണ് കൈവരിച്ചത്. 1038 രക്ഷാദൗത്യങ്ങൾ നടത്തി 4000 പേരുടെ ജീവൻ രക്ഷിച്ചു, 63,000 പേരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇതുകൂടാതെ ഡയൽ 112 എന്ന് പറയുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ NDRFനെ വിളിക്കുവാനുള്ള ഒരു നമ്പർ കൂടി ഇപ്പോൾ പ്രസ്താവപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 111 IMCT സംഘാംഗങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുകയും ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുകയും പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും മറ്റൊന്നൊക്കെ ചെയ്തിരുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്ത് ഓപ്പറേഷൻ ദോസ്ത്, തുർക്കി, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ രക്ഷാദൗത്യവുമായി നമ്മൾ എത്തിയിരുന്നു. NDRFന്റെയും മറ്റു സേനാംഗങ്ങളും കരസേനയും വായുസേനയും അടക്കം എത്തിയിരുന്നു. ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിൽ നമ്മൾ നടത്തിയ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമാണ്. ഓപ്പറേഷൻ സാഗോർ ബന്ധു ശ്രീലങ്കയിൽ നമ്മൾ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ്. അത് രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും നമ്മൾ നടത്തുന്നു. ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ സമയത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ നൽകാൻ നമ്മുടെ രാജ്യം സജ്ജമാണ്. അത്തരത്തിൽ പല കാര്യങ്ങളും 2024-ലും 2025-ലും ഒക്കെ നടന്നിരുന്നു. അതിന് സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ ഈ മുഖ്യമന്ത്രിമാരെ കണ്ട ചർച്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക്.